ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കീർത്തനം 49 അതിൻ്റെ 20 വാക്യം, മാനത്തോട്ടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അത് മൃഗങ്ങൾക്ക് തുല്യമാണ്. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോകും. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ പേപ്പർ എടുക്കുമ്പോൾ ന്യൂസ് കാണുമ്പോഴൊക്കെ ഈ വിവേകം നശിച്ചു പോയി, അതായത് അവിവേകിയായി ചെയ്യുന്ന, ഇന്നലെയും കണ്ടു, അതായത് വെളിയിലിരുന്ന് റോഡ് സൈഡിൽ പബ്ലിക്കായിട്ട് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതിനെ ചോദ്യം ചെയ്തു, ഇങ്ങനെ പബ്ലിക്കായിട്ട് കഞ്ചാവ് വലിക്കുന്നത് ശരിയാണോ എന്ന്. ഉടൻ തന്നെ അവർ പഠിക്കുന്ന കുട്ടികളാണ്. പെട്ടെന്ന് അവർ ഈ കത്തി ഉണ്ടായിരുന്നു എടുത്ത് ഒറ്റ കുത്ത്. ചോദിച്ച ചെറുപ്പക്കാരൻ മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഈ വിവേകം നശിച്ചു പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാട്ടിൽ നമ്മൾ അധപ്പതിച്ചു പോകും. നമുക്കറിയാം, മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു വരമാണ്, വരദാനമാണ് പുഞ്ചിരിക്കാനും വിവേകവും. വിവേകം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം, അതിൻ്റെ അപ്പനെയും അമ്മയും പെങ്ങന്മാരെയും ഒന്നും തിരിച്ചറിയത്തില്ല. നമുക്കറിയാം അവരുടെ ജീവിതം അങ്ങനെയാണ് അവിടെ. അപ്പം അതുപോലെ ഈ മനുഷ്യനും ആ ഒരു അധപ്പതനത്തിലേക്ക് ആകുന്ന, മൃഗങ്ങളെ പോലെ ആകുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഈ വിവേകം നശിച്ചു പോകുമ്പോഴാണ്. വിവേകം നശിച്ചു പോകുമെന്ന് പറയുന്നത്, ഒന്ന് ഈ അന്ധമായ കോപം, രണ്ടാമത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകുമ്പോൾ നമ്മൾ വല്ലാതെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനൊക്കെ പോകുമ്പോൾ, അതിനെ മാത്രം ലക്ഷ്യപ്പെട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തെയോ നമ്മുടെ വീട്ടുകാരെയോ ഒന്നും നോക്കാതെ സ്വയം ഇങ്ങനെ അതിൻ്റെ പുറകെ പോകുമ്പോഴൊക്കെ നമ്മൾ വിവേകം നശിച്ചു പോകും. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വിവേകം കാത്തു സൂക്ഷിക്കുവാൻ, നമുക്ക് അവിവേകമൊന്നും കാണിക്കാതെ നമുക്ക് ദൈവത്തെ ഭയപ്പെട്ടും ജീവിക്കുക. ദൈവഭയം എപ്പോഴും ഇതിൽ നിന്നൊക്കെ നമ്മളെ മനസാക്ഷി ഒന്ന് പിൻവലിക്കുക. എന്തെങ്കിലും ദൈവത്തെ ഭയക്കുന്ന ഒരാളാണ് കൃത്യമായി സ്ഥിരമായി പള്ളിയിലും ആരാധനാലയത്തിലൊക്കെ പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി സംബന്ധിക്കുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഭയം വരും. ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കും, തെറ്റാണോ ശരിയാണോ, നമ്മുടെ മനസാക്ഷി പിന്നോട്ട് വലിക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വിവേകപൂർവ്വം എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ക്രോധത്തിനും അടിമയായാൽ എല്ലാം പോയി. നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, മദ്യവും ഇതുപോലാണ്, അമ്മപെങ്ങന്മാരെ അത് കൂടുതലായി, എല്ലാ ആവശ്യമാണ്. എന്നാൽ കൂടുതലായി കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ അന്ധരാകും. നമുക്കറിയാം, ഈ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളൊക്കെ തന്നെ ഈ അമ്മയും പെങ്ങന്മാരെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ മറക്കുന്ന, അവരാരാണെന്നും തിരിച്ചറിയാത്ത, അവരെ തമ്മിൽ തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. സത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ലോത്ത് ഈ സോദോം ഗോമോറ നശിക്കുകയാണ്. അവിടെ ലോത്ത് പാർക്കുന്നുണ്ട്. ലോത്തും 2 കുട്ടികളും, ലോത്തിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളും മാത്രം. അപ്പം അവരെ അബ്രഹാമിൻ്റെ വിശ്വാസ നിമിത്തം, അബ്രഹാം കാരണമാണ് അവർ രക്ഷപ്പെടുന്നത്. അവിടെ ഈ അബ്രഹാമിൻ്റെ ഒരു പ്രാർത്ഥന കാരണം ലോത്തിനെ ദൈവം അവിടെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പുറപ്പെടുമ്പോൾ ഈ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിപ്പോയി. പിന്നെ അവശേഷിക്കുന്നത് ഈ ലോത്തും ഈ 2 പെൺമക്കളും മാത്രമാണ്. സോവാറിൽ അവർ താമസിക്കാൻ ഭയമായിട്ട് അവർ ഒരു ഗുഹയിൽ പാർക്കുവാണ്, അവർ 3 പേരും കൂടെ. അപ്പോൾ ഈ ലോത്തിൻ്റെ പെൺമക്കൾക്ക്, കാരണം അവർ പറയുകയാണ്, നമ്മൾ പ്രായപൂർത്തിയായി, നമുക്ക് നാട്ടുനടപ്പ് പോലെ നമുക്ക് പുരുഷന്മാരാരുമില്ല, ചെറുപ്പക്കാരാരുമില്ല, നമ്മളെ ഒന്ന് കെട്ടാൻ, നമ്മുടെ വംശവും നിലനിർത്തണം, എന്താ ചെയ്യുക? അപ്പം അതിനവർ സദുദ്ദേശത്തോട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ മദ്യം അല്ലെ മയക്കുമരുന്ന് അല്ലെ വീഞ്ഞ് നമ്മളെ എങ്ങനെ അന്ധന്മാരാക്കുന്നു എന്നുള്ള അവിടെ കാണിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ ഈ അപ്പനെ അവർ വീഞ്ഞ് കുടിപ്പിക്കുകയാണ്. വീഞ്ഞ് കുടിച്ച് മതോന്മത്തനായി ഇങ്ങനെ അപ്പന് കിടക്കുമ്പോൾ മൂത്ത മകൾ വന്ന് ശയിക്കുന്നുണ്ട് ഈ അപ്പൻ്റെ കൂടെ. ഈ മൂത്ത സ്വന്തം മകളാ തൻ്റെ കൂടെ ശയിക്കുന്നതെന്ന് ലോത്ത് അറിയുന്നില്ല, കാരണം വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ ശയിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇളയ മകൾ വരുന്നുണ്ട്. ഇതുപോലെ വീഞ്ഞു കുടിപ്പിച്ച് നെക്സ്റ്റ് ഡേയും അവിടെ വംശം നിലനിർത്താൻ ഈ കുട്ടികളുടെ ഒരു സന്ദേശമാണ്. എങ്കിൽ തന്നെ പറയാം, വീഞ്ഞ് നമ്മളെ അന്ധരാക്കും, മദ്യം അന്ധരാക്കുമെന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇളയ മകളും
അവിടെ ഈ അപ്പൻ്റെ കൂടെ ശയിച്ചു പോയി. ഈ ലോത്ത് അറിഞ്ഞില്ല. കാരണം മദ്യം അയാളെ തൻ്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് എന്ന് ഇല്ലാതെ പോയി ഈ ലോത്തിന്. ഈ അപ്പനിലെ ഈ ലോത്ത് സ്വന്തം അപ്പനിൽ ജനിക്കുന്ന മക്കളാണ് മോവാബും ബെന്നമ്മീമും. അതായത് മൂത്ത മകൾക്ക് ജനിക്കുന്നതാണ് മോവാബ്. തൻ്റെ സ്വന്തം അപ്പനിൽ നിന്ന് ഇളയ മകൾക്ക് ജനിക്കുന്നതാണ് ബെന്നമ്മി. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത് എന്നുള്ള തിരിച്ചറിവ്, അത് ദൈവത്തിൻ്റെ ഭയമുള്ളുമ്പോൾ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതുപോലെ നല്ലൊരു കുടുംബാന്തരീക്ഷത്തിലൊക്കെ ദൈവീയ ഭയത്തിൽ ജീവിക്കുമ്പോഴാണ് പറ്റുന്നത്. നമ്മൾ ഒരിക്കലും ഇതിനൊന്നും അടിമയാവാതിരിക്കുക. അതായത് വൈൻ വെൽത്ത് വുമൺ. ഈ വുമൺ എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ അവിഹിത ബന്ധത്തെക്കുറിച്ചാണ്. വൈൻ അതായത് അത് നമ്മളെ അന്ധരാക്കും. അതുപോലെ വെൽത്ത്, അതും നമ്മളെ അന്ധരാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വിവേകം നശിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പുറകെ നമ്മൾ പോകുന്നത്. അതുപോലെ നമ്മൾ ഈ വിമൻ അവിഹിത ബന്ധം, അത് പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും അവിഹിത ബന്ധത്തെക്കുറിച്ചാണ്. 3W, അതായത് വിമൻ, വെൽത്ത് ആൻഡ് വൈൻ. ഇത് മൂന്നും നമ്മളെ അന്ധരാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ കർത്താവ് ദൈവം നമ്മളെ വിളിച്ചാക്കുന്ന പ്രകാശമുള്ളവരായിട്ടാണ്, ഒരു കത്തുന്ന ഒരു വിളക്കായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനായിരിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വെക്കാൻ പാടില്ല, പാത്രം കൊണ്ട് മൂടാൻ പാടില്ല, കട്ടിലിൻ കീഴിൽ വെക്കാൻ പാടില്ല. അതായത് പറയൻ കീഴിൽ വെക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമൂഹമായിട്ട് ജീവിക്കുമ്പം ദ്രവ്യത്തിന് മാത്രം പോകുമ്പോൾ നമ്മൾ അന്ധരായി പോകും. ഈ പറ എന്ന് പറയുന്ന പുരാതന കാലത്ത്, പഴയ കാലത്ത് ഈ നാണയങ്ങൾ ഒരു പറയിലാണ് ഇങ്ങനെ അളന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സമ്പത്തിനെ സൂചിപ്പിക്കുന്നത്. ആ സമ്പത്തിൻ്റെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് അണഞ്ഞു പോകും. നമ്മളിൽ നിന്നുള്ള ഉള്ളിലെ ആ വെളിച്ചം, നന്മ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയൻ കീഴിൽ വെക്കാൻ പാടില്ല ഒരു വിളക്ക്. നാമാകുന്ന വിളക്കിനെ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള പ്രകാശമാണ്. രണ്ടാമത് പറയുകയാണ്, അത് കട്ടിലിൻ കീഴിൽ വെക്കാൻ പാടില്ല. കട്ടിലിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ ശയനമോഹമാണ്. ശയനമോഹം ആ ശയനമോഹങ്ങളിൽ മാത്രം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ വെച്ചാലും നമ്മുടെ വിളക്ക് നഷ്ടപ്പെടും. അവിഹിത ബന്ധമായാലും ശരി, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളായി അതിൻ്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ വിളക്ക് നഷ്ടപ്പെട്ടു. മൂന്നാമത് പറയുകയാണ്, പാത്രം കൊണ്ട് മൂടരുത്. പാത്രം എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ, ഭോജനപ്രിയർ മാത്രമാവരുത്. നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകുമ്പോഴും അതെല്ലാം ഉണ്ടാകുന്ന വിവേകം നശിച്ചു പോകുന്ന ഒരു അവസരത്തിലാണ്. അതുകൊണ്ട് നമ്മളെ ആക്കിയിരിക്കുന്നത്, നമ്മൾ ഒരു പ്രകാശമായി ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് ഒരു ചെറിയൊരു തിരിയായി, ഒരു മിന്നാമിനുങ്ങായി, ഒരു മെഴുകുതിരി വെളിച്ചമായി തീരുമ്പോൾ ഇരുട്ടത്ത് അത് കുറച്ചു പേരെയെങ്കിലും പ്രകാശിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു വെളിച്ചമായി തരാൻ, നമ്മളുടെ വെളിച്ചം കിട്ടുപോകാതെ ഇരിക്കാനായിട്ട്, പ്രകാശിച്ചുകൊണ്ടിരിക്കാനായിട്ട്, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈ പുതുവർഷത്തിൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.